ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരുഷന്മാർക്കുണ്ടാകുന്ന ചില ലൈംഗിക പ്രശ്നമാണ് ഈ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഉദ്ധാരണക്കുറവ് ഇതിപ്പം ചെറുപ്പക്കാരിൽ പോലും വളരെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ചില വർക്കൗട്ടുകൾ ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതിൽ ഒന്നാമത്തെ വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് സാവധാനത്തിൽ ചെയ്യുക. നിങ്ങൾ ഒരു 20 റെപ്സ് വെച്ചിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു 20 റെപ്സ് വെച്ചിട്ട് 20 റെപ്സ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 3 സെറ്റ് വെച്ച് ചെയ്യാവുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സെറ്റ് വെച്ച് ചെയ്താൽ മതി 20 റെപ്സിൻ്റെ. അപ്പം നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്, നിങ്ങൾ കാലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം ആ ഒരു പഴയ പൊസിഷനിലോട്ട് പോയതിന് ശേഷം കണ്ടില്ലേ, ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ഒരുപാട് ഫാസ്റ്റായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യരുത്. നമ്മൾ വളരെ സ്ലോവിൽ കണ്ടില്ലേ, ഇതേ കണക്ക് പോവുക, സാവധാനത്തിൽ ഇങ്ങനെ അടുപ്പിക്കുക. കണ്ടില്ലേ, അപ്പം ഈ ഒരു വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി നമ്മുടെ പെൽവിക് ഭാഗത്തോട്ട് നല്ല രീതിയിൽ ഒരു ബ്ലഡ് സപ്ലൈ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ പെൽവിക്കിൻ്റെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാനും അതുവഴി നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇറക്ഷൻ ഉദ്ധാരണം സംഭവിക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കിടന്നതിന് ശേഷം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു പവർ, ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു പെൽവിക് ഭാഗത്തോട്ടായിരിക്കും. നമ്മുടെ ഹാംസ്ട്രിങ്, നമ്മുടെ തൈസ് ഭാഗം, അതിനൊക്കെ നമ്മുടെ പെൽവിക് മസിൽസ്, കോർ മസിലിലോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം മിക്കവാറും ഈ ഉദ്ധാരണ പ്രശ്നം മൂലം നമ്മൾ ഡോക്ടർമാരെയൊക്കെ പോയി കാണുന്നു, നമ്മൾ ഒരുപാട് ഗുളികകളൊക്കെ മേടിച്ച് കഴിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഗുളികകളെയും മരുന്നുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ നമ്മളെ സഹായിക്കും. നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മേളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, പതുക്കെ താപ്പോട്ട് വരിക, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താപ്പോട്ട് വരിക, വളരെ സാവധാനത്തിൽ, ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടില്ലേ, ഈ ഒരു വർക്കൗട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ഈ ഒരു ബാക്കിലോട്ടും നമ്മുടെ ഈ പെൽവിക് ഭാഗത്തോട്ടൊക്കെ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാ വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾക്ക് ഒരു 3-4 വർക്കൗട്ടെങ്കിലും, ഒരു 3 വർക്കൗട്ടെങ്കിലും നിങ്ങൾ ദിവസേന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. വളരെ ഗുണകരമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ റൂമിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 20 റെപ്സ് വെച്ചെങ്കിലും നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 സെറ്റ്, നിങ്ങൾ 20 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ഇതെല്ലാം ഫ്ലോർ വർക്കൗട്ടുകളാണ്. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരിക, അതിനുശേഷം ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതും നിങ്ങളെ കൊണ്ട് മാക്സിമം എത്രത്തോളം സമയം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം സമയം ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം ഈ വർക്കൗട്ടിൻ്റെ പേര് ഫ്ലട്ടർ കിക്കാണ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. അപ്പോൾ ഈ വർക്കൗട്ട് നമ്മൾ പൊതുവെ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. പക്ഷേ ആപ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് നമ്മുടെ പെൽവിക് മസിൽസിനെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കാണിക്കുന്ന ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ വളരെ സാവധാനത്തിലാണ് ചെയ്യേണ്ടത്. ഒരുപാട് ഫാസ്റ്റായിട്ട് നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ ഇതേപോലെ കാലുകൾ ഇതിനകത്തി നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന പോലും നമുക്ക് വളരെയേറെ പ്രയോജനകരമാണ്. കണ്ടില്ലേ, നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് മൂവ് ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇതേ കണക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ഹാംസ്ട്രിങ് ഭാഗം, അങ്ങോട്ടൊക്കെയുള്ള ഒരു ഭാഗങ്ങളിലോട്ടുള്ളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രഷർ നിങ്ങൾക്ക് അന്നേരം തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇത് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു പോസാണിത്. നമുക്ക് നമ്മുടെ ആ ഒരു ഇറക്ഷൻ പ്രോബ്ലത്തെയൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര സമയം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ നിങ്ങൾ അത്ര സമയം നിങ്ങൾ നിൽക്കുക. അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്യണമെന്നില്ല. നിങ്ങൾ ഒരു 3-4 വർക്കൗട്ടുകൾ നിങ്ങൾ ദിവസേന ചെയ്താൽ മതിയാവും. ഓക്കെ, നിങ്ങൾക്ക് മാറിയും തിരിഞ്ഞും വർക്കൗട്ടുകൾ ചെയ്യാവുന്നതായിരിക്കും.
അപ്പം അടുത്ത വർക്കൗട്ട് ഇതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ കാലുകളിങ്ങനെ പതുക്കെ ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തുക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നിങ്ങൾക്ക് ഒരു കാലിൽ നിങ്ങൾക്ക് ഒരു 20 റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും, വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ വളരെ സാവധാനത്തിൽ ചെയ്യുക. വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ കാല് മേളിലോട്ട് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് താപ്പോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. ഒരു പോസിംഗ് ആണ്, ഒരു പോസാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് കാലിനെ ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, സാവധാനത്തിൽ. അതിനുശേഷം നിങ്ങളുടെ നടുവൊക്കെ നിവർത്തി ഇങ്ങനെ നേരെ ഇരിക്കുക. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇത് കണക്ക് നിങ്ങൾ കാലിൻ്റെ മുട്ടുകളെ ചെറുതായിട്ട് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. നിങ്ങളിങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ പതുക്കെ ആ കാലിൻ്റെ മുട്ടുകളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് താഴെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിർത്തി നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ വെറുതെ ഇരുന്നാലും മതിയാവും. എന്നാലും നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചിലവർക്ക് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭിത്തിയോട് ചേർന്നിരിക്കുക. നിങ്ങളുടെ ബോഡി ഭിത്തിയിലോട്ട് ചേർന്ന് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്.